ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ഗോമൂത്രം കുടിച്ചപ്പോൾ എൻ്റെ ക്യാൻസർ ഇല്ലാതായി. ഞാൻ സ്തനാർബുദത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഗോമൂത്രം എന്നെ രക്ഷിച്ചു. ഗോമാതാവ് എന്നെ രക്ഷിച്ചു. ദൈവമേ വണക്കം. ഇതായിരുന്നു പ്രഗ്യാ സിംഗ് ഠാക്കൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പരസ്യമായി പല വേദികളിലും തുറന്നു പറഞ്ഞത്. പ്രഗ്യാ സിംഗ് ഠാക്കൂറിന് സ്തനാർബുദമുണ്ടായ സമയത്ത് മികച്ച ഡോക്ടർമാർ തന്നെ ചികിത്സിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അവർ ആ ക്യാൻസറിൽ നിന്ന് കുറച്ച് ഭേദമായിരുന്നു. എന്നാൽ ഡോക്ടർമാരുടെ ചികിത്സയിലൂടെയല്ല തൻ്റെ ക്യാൻസർ ഭേദമായത്, മറിച്ച് തങ്ങളുടെ ദൈവമായിട്ടുള്ള പശുവിൻ്റെ മൂത്രത്തിലൂടെയാണ് തൻ്റെ ക്യാൻസർ ഇത്തിരി ഭേദമായത് എന്നാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ പരസ്യമായി വിളിച്ചു പറഞ്ഞത്. അങ്ങനെ വിളിച്ചു പറഞ്ഞ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഗോമൂത്രം കിട്ടാത്തത് കൊണ്ടാണോ വീണ്ടും ക്യാൻസർ വന്നത്? ഇതൊക്കെ ഇവരുടെ ഒരു രാഷ്ട്രീയ നാടകമാണ്. നിലവിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ അവസ്ഥ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതായത് ദേശീയ മാധ്യമങ്ങളടക്കം എയിംസ് പോലെയുള്ള മുൻനിര ആശുപത്രികളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സ തേടിയിട്ട് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെടാപ്പാടുപെടുകയാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ ചിലരുടെ റിപ്പോർട്ടുകളിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത്. അതായത് ഒരുപാട് വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളും അവരുടെ മരുന്നുകളും അത് കൃത്യമായി ശരീരത്തിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് അതിലൂടെ രക്ഷപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്ന ഭോപ്പാലിലെ നിലവിലെ BJP-യുടെ MP ഉള്ളത്. അപ്പോൾ നേരത്തെ ഗോമൂത്രം കുടിച്ചപ്പോൾ തൻ്റെ ക്യാൻസർ മാറി എന്ന് പറഞ്ഞ പ്രഗ്യാ സിംഗ് ഠാക്കൂർ പിന്നെ എന്തിനാണ് ഈ ആധുനിക ചികിത്സാ സമ്പ്രദായമായിട്ടുള്ള ഈ മരുന്നുകളിലേക്ക് കടന്നു പോകുന്നത്, ഈ ആശുപത്രിയിലേക്ക് പോകുന്നത്? ഗോമൂത്രം തന്നെ കുടിച്ചാൽ പോരെ? പിന്നെന്തിനാണ് ഇവർക്ക് ഈ ആന്റിബയോട്ടിക് അഥവാ ഈ വേദന കുറക്കുന്ന മരുന്നുകൾ, ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നുകളൊക്കെ എന്തിനാണ് ഇവർക്ക് ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാണ് എന്ന് ഇവർ തന്നെ തുറന്നു പറഞ്ഞതല്ലേ? നിലവിൽ അവരുടെ അവസ്ഥ ഭയാനകം തന്നെയാണ്. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ പഴുപ്പ് വന്നിട്ട് വല്ലാത്തൊരു വേദന ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിൽ പഴുപ്പ് വരിക എന്ന് പറയുന്നത് അസഹനീയമായ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം ഒരു കണ്ണിൻ്റെ കാഴ്ച പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു കണ്ണാണെങ്കിൽ 75% ആ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 25% മാത്രമേ ഈ മറ്റൊരു കണ്ണിലൂടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രത്തോളം ഗുരുതരമായ ഒരു സ്റ്റേജിൽ കടന്നുപോയ സമയത്ത് പോലും ഗോമൂത്രം നിങ്ങളെ രക്ഷപ്പെടുത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് പ്രഗ്യാ സിംഗ് ഠാക്കൂർ തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോമൂത്രം, പശു, ഹിന്ദുത്വവാദം ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയ വോട്ട് ബാങ്കിന്റെ അടിത്തറയാണ്. ഹൈന്ദവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൽ നിന്നൊക്കെ തനിക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ചവരാണ് എന്നുള്ള രീതിയിൽ പാവപ്പെട്ട വിശ്വാസികൾ അറിയാതെ ഇവർക്ക് വോട്ട് നൽകും. ഇതൊക്കെ തന്നെയാണ് ഈ ഗോമൂത്രം കുടിച്ചതുകൊണ്ട് തൻ്റെ രോഗം പരിഹരിക്കപ്പെട്ടു എന്ന് പറയാനുള്ള കാരണം. നിലവിൽ അവരുടെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞതുകൊണ്ട് സംഘപരിവാർ പാളയങ്ങളിൽ ഗോമൂത്രം എന്ന് പറയുന്ന ഇവരുടെ സൈക്കോളജിക്കൽ മൂവിന് വലിയ തിരിച്ചടി ലഭിച്ച വിവരം അറിഞ്ഞിട്ടുണ്ട്. പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.